മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ ചോദ്യങ്ങൾ ധാരാളം വ്യക്തികൾ പ്രഭാഷണം കഴിഞ്ഞിറങ്ങുമ്പോൾ ചോദിക്കാറുണ്ട്. ഇതിൽ ചിലർ പറയാറുണ്ട്, സാറിനോടല്ലാതെ വേറെ ആരോടും ചോദിക്കാനില്ല എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട്. എന്നിട്ട് എനിക്ക് തന്നെ വിഷമം തോന്നാറുണ്ട്, ഞാൻ എന്തിനാ ദേഷ്യപ്പെട്ടതെന്ന്. ഞാൻ ദേഷ്യപ്പെടുന്നത് ശരിയല്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ഒരേ ചോദ്യമാണ് എല്ലാവരും ചോദിക്കാം. ഞാനൊരു സ്ത്രീ വളരെ ക്രിട്ടിക്കലായിട്ടൊരു പ്രോഗ്രാം നടക്കുന്നതിനിടയ്ക്ക് വന്നിട്ട് വികാരത്തോടുകൂടി എൻ്റെ ജ്യേഷ്ഠൻ ആത്മഹത്യ ചെയ്തു, ഞങ്ങൾ പിതൃകർമ്മം ചെയ്തു, ഇനി എന്താ ചെയ്യേണ്ടത്? ശരിക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്താലാണോ സംതൃപ്തി തോന്നുന്നത് അത് ചെയ്യുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സംതൃപ്തി തോന്നണമെന്നില്ല. എൻ്റെ വീക്ഷണത്തിൽ ഞാൻ പറയാറുള്ളത്, നമ്മളുടെ ചിന്താശക്തിയും ബുദ്ധിയും വിവേകവും മറ്റൊരാളുടെ മുമ്പിൽ അടിയറ വയ്ക്കല്ലേ. നിങ്ങൾക്ക് പരശുരാമ ക്ഷേത്രത്തിൽ പോയിട്ട് പിതൃകർമ്മം നടത്തണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യുക, അതിനത്ര കോസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഒരു അനാഥാലയത്തിൽ 10-51 കുട്ടികൾക്ക് 100 കുട്ടികൾക്ക് ചോറ് കൊടുക്കണം തോന്നുകയാണെങ്കിൽ അത് ചെയ്യുക. പക്ഷെ ഓരോരുത്തരോടും വഴിയെ കാണുന്നവരോടൊക്കെ ചോദിച്ചുകൊണ്ട് പോവാം. ഏറ്റവും വേദനാജനകമായിട്ടുള്ള അവസ്ഥ, ഓരോ ഹിന്ദുവിനും പറ്റുന്നത് അവരുടെ ഓഫീസിലെ വല്ല ക്ലർക്കോ പ്യൂണോ വല്ലതും പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോവാം. നിങ്ങൾ വെട്ടുകാട്ട് പള്ളിയിൽ പോകാൻ ഒരു ക്രിസ്ത്യാനി പറഞ്ഞാൽ ഹിന്ദു വെട്ടുകാട്ട് പള്ളിയിൽ പോവായി. നിങ്ങൾ ഭീമാപള്ളിയിലേക്ക് പോകാൻ പറഞ്ഞാൽ ഹിന്ദുക്കൾ ഭീമാപള്ളിയിൽ പോവായി. അത് കാരണം എൻ്റെ ഓഫീസിലെ പ്യൂണ് പറഞ്ഞു. ഇയാളൊരു പക്ഷേ ഓഫീസറായിരിക്കും. എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കൾ പറ്റിക്കപ്പെടുന്നത്. ആരോ പറഞ്ഞു, എവിടെയോ പറഞ്ഞു, എപ്പോഴോ പറഞ്ഞു. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു. ഇവരൊക്കെ അറിവുള്ളവരെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഉൾപ്പെടെ നമുക്ക് നമ്മളുടെ അഭിപ്രായം പറയാനല്ലേ പറ്റുള്ളൂ. എത്രയോ ഗ്രന്ഥങ്ങളിൽ ഒരേ കാര്യം പല രീതിയിൽ വിവരിച്ചിട്ടുണ്ട് ഹിന്ദുധർമ്മത്തിൽ. അതിനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ വികാര തീവ്രമാവാം. ഹിന്ദുധർമ്മം ഒരു ചുക്കും ചുണ്ടാമ്പും പഠിച്ചിട്ടും ഇല്ല. പക്ഷെ ഹിന്ദുധർമ്മത്തിനനുസരിച്ച് ജീവിക്കുകയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വഴിയെ കൂടെ പോകുന്ന എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിക്കാം. എന്നിട്ട് അത് ശരിയാണോ എന്ന് അന്വേഷിച്ച് വേറൊരാളോട് ചോദിക്കാം. ഒരാൾ ചോദിച്ചു, ഇടത്തെ ചെവിയാണോ ആദ്യം കുത്തേണ്ടത്, വലത്തേതാണോ ആദ്യം കുത്തേണ്ടത്? നിങ്ങൾ ഏത് ചെവി കുത്തിയാൽ എന്താ ഇത്രയധികം പ്രോബ്ലം വരാൻ പോണത് എന്താണ്? വേറൊരാൾ ചോദിച്ചു, അമ്പലത്തിൽ വെച്ചിട്ട് അന്നപ്രാശനം കൊടുക്കുന്നത് ശരിയാണോ, വീട്ടിൽ വെച്ച് കൊടുക്കണോ? നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം നിങ്ങളത് ചെയ്യാം. ജ്യേഷ്ഠൻ തൂങ്ങി മരിച്ചു, അപമൃത്യുവാണ്, എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ സമുദായത്തിലെ ആചാര്യന്മാരോട് ചോദിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരേ ആചാരമല്ല. എല്ലാ വിഭാഗം ക്രിസ്ത്യാനികൾക്കും ഒരേ ആചാരമല്ല. എല്ലാ വിഭാഗം മുസ്ലിങ്ങൾക്കും ഒരേ ആചാരമല്ല. എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും ഒരേ ആചാരമല്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കുക, പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കണ്ടെങ്കിൽ സ്വീകരിക്കണ്ട. അയാൾ എന്നോട് പറഞ്ഞു വിഷ്ണു സഹസ്രനാമം വായിക്കരുത് എന്ന്. വായിക്കണ്ടെങ്കിൽ വായിക്കണ്ട, വായിക്കണമെങ്കിൽ വായിക്കുക. അയാൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ അത് ഫോളോ ചെയ്യാം. അയാൾ പറഞ്ഞതിൽ സംശയം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട. സ്ത്രീകൾ ഓംകാരം ചൊല്ലാമോ? ചൊല്ലണമെങ്കിൽ ചൊല്ലുക, ചൊല്ലണ്ടെങ്കിൽ ചൊല്ലണ്ട. ഇതെന്തിനാ എത്ര ആകാശം ഇടിഞ്ഞു വീഴുന്ന വല്ല പ്രശ്നമാണോ ഇത്? മെൻസസ് പീരീഡിൽ അമ്പലത്തിൽ പോകുന്നത് ശരിയാണോ? ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ പോവുക, ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ പോവണ്ട. ഇതെന്തിനാ വേറൊരാളുടെ മുമ്പിൽ നിങ്ങളുടെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി അടിയറ വയ്ക്കുന്നത്? സ്ത്രീകൾ ശബരിമലയിൽ പോയി, ഇത് ശരിയാണോ ഗോപാലകൃഷ്ണൻ സാറേ? അവർ പോയെങ്കിൽ പോയി, അല്ലെങ്കിൽ ഞാനാ ഉത്തരവാദി, അല്ല നിങ്ങളെ ഉത്തരവാദി. നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ? സ്ത്രീകൾ ശബരിമലയിൽ ഒരു കാരണവശാലും കയറ്റില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. എന്നിട്ടും അയാൾ കയറ്റി. ശരി, നിങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ച് ചോദിക്കുക, എന്നോടല്ല ചോദിക്കേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയും അദ്ദേഹത്തിന് 24 മണിക്കൂർ എന്താ ശബരിമലയിൽ മുമ്പിലിരിക്കാൻ പറ്റുമോ? തർക്കേടില്ലാത്ത രീതിയിൽ ധർമ്മത്തോടുകൂടി കാര്യം ചെയ്യുന്ന ഒരു പ്രയാർ ഗോപാലകൃഷ്ണനാണ്, കോൺഗ്രസ്സുകാരനാണെങ്കിലും അദ്ദേഹം ഉള്ളത്. അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞു, അതൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല. എല്ലാത്തിനും പരിമിതിയുണ്ട്. ഈ ഹിന്ദുക്കളുടെ കാര്യമല്ലേ. ക്രിസ്ത്യാനികളാണെങ്കിൽ അച്ഛൻ പറഞ്ഞാലെങ്കിലും കേൾക്കും, മുസ്ലിങ്ങളാണെങ്കിൽ മൗലവിയും അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി പറഞ്ഞാലെങ്കിലും കേൾക്കും. ഇവിടെ ഒരു ഹിന്ദുവിന് 3 നേരത്തിൽ 3 അഭിപ്രായമാണ് ഉള്ളത്. അതൊക്കെ സംശയമായിട്ട് ചോദിക്കാം. എന്നിട്ട് വേറൊരാൾ വന്ന് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കാറുണ്ട് സാറേ,
ഞാൻ ചോദിച്ചു, എന്താ ഞാൻ സർട്ടിഫിക്കറ്റ് തരണോ നിങ്ങൾക്ക്? നിങ്ങൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് എനിക്ക് വേണ്ടിയാ? നിങ്ങളോട് ജപിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ജപിക്കുക, വേണമെങ്കിൽ ജപിക്കണ്ട. സാർ, ഇത്രയും കാലമായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ പിതൃകർമ്മം നടത്തിയിട്ടില്ല. സാറിൻ്റെ വിവരണം കേട്ടതിന് ശേഷമാണ് പിതൃകർമ്മം നടത്തണമെന്ന് തോന്നുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇത്രയും കാലം നടത്താത്തത് പുറകോട്ട് എന്നിട്ട് നോക്കാം. 2014 നടത്താത്തത് 2014 പോയിട്ട് നടത്താം. എന്നിട്ട് 2012 പുറകോട്ട് പോയിട്ട് നടത്താം. എന്നിട്ട് 2010 പുറകോട്ട് പോയിട്ട് നടത്താം. അതെങ്ങനെയാ സാറേ പണ്ട് ചെയ്യാത്തത് പണ്ടത്തേക്ക് പോയിട്ട് ചെയ്യുന്നത്? അപ്പൊ പിന്നെ എന്നോട് എന്തിനാ ചോദിച്ചത്? ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ 15 ദിവസമായിട്ട് ഊണ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് 15 ദിവസത്തെയും കൂടി ചേർത്ത് ഇപ്പോൾ ഊണ് കഴിച്ചോളാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുമോ? എന്തിനാ നമ്മളുടെ ബുദ്ധി വേറൊരാൾക്ക് അടിയറ വയ്ക്കുന്നേ? ഞാൻ ഇത്രയും കാലമായിട്ട് പിതൃകർമ്മം നടത്തിയിട്ടില്ലെങ്കിൽ വേണ്ട, ഇപ്പൊ അതെല്ലാം കൂടി ചേർത്ത് നടത്തണം. നടത്തിക്കോളൂ. ഇത്രയും കാലം ഞാൻ വെള്ളം കുടിക്കാറില്ല, അതെല്ലാം കൂടി ചേർത്ത് 25 ഗ്ലാസ് വെള്ളം ഒരുമിച്ച് കുടിക്കാനാണെങ്കിൽ കുടിച്ചോളുക. അങ്ങനെ കൂടി ഒന്ന് ചിന്തിച്ചൂടെ? അതിന് പ്രായശ്ചിത്തം വല്ലതും ചെയ്യണോ? പ്രായശ്ചിത്തം ചെയ്യണമെങ്കിൽ ചിന്തിക്കുക. നിങ്ങളുടെ സമുദായത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ എന്ത് പ്രായശ്ചിത്തം പറയുന്നു അത് ചെയ്യാം. വഴിയെ കൂടെ പോകുന്ന എല്ലാവരോടും ചോദിക്കാതിരിക്കുക. എല്ലാത്തിനും ഉത്തരമുണ്ട്. പക്ഷെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ലോകത്തിലെ എല്ലാവർക്കും ഒരു ഉത്തരമല്ല ഒരു വിഷയത്തിൽ. അതുകൂടി ഒന്ന് ചിന്തിക്കുക. പലർക്കും പല വീക്ഷണമുണ്ട്. ധാരാളം പേര് ചോദിക്കാറുണ്ട്, ഓംകാരം ചൊല്ലുന്നത് തെറ്റാണോ? തെറ്റാണെങ്കിൽ ചൊല്ലണ്ട. അത് എന്താ സാറേ ചൊല്ലിയാൽ കുഴപ്പമില്ലെങ്കിൽ ചൊല്ലിക്കോളാ. വേദം പഠിക്കണമെന്നുണ്ട്, പക്ഷെ ആരും പഠിപ്പിക്കാനില്ല. ഒന്ന് പോയി അന്വേഷിക്കണം. വേദം പഠിപ്പിക്കാൻ ആളുണ്ടോ? ഇമെയിലിൽ വരാറുണ്ട്, ഐ വാണ്ട് ടു ലേൺ വേദ, ഹൗ ടു ലേൺ വേദ. ഇയാൾ എവിടെ നിന്നാ ഇമെയിൽ അയച്ചെന്ന് പോലും അറിഞ്ഞൂടാ. ബഹ്റൈനിൽ നിന്നാണോ, ദുബായിൽ നിന്നാണോ, അമേരിക്കയിൽ നിന്നാണോ, തിരുവനന്തപുരത്ത് നിന്നാണോ? ഒന്ന് അന്വേഷിക്കണം എവിടെയാ വേദം പഠിപ്പിക്കാനുള്ള ആൾക്കാരുള്ളത്. പലപ്പോഴും പലരുടെയും ധാരണ, ഇന്നലെ യൂട്യൂബിൽ 2-3 പേര് പറയുകയുണ്ടായി, ഗോപാലകൃഷ്ണൻ സാറിനോട് എന്തെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ ചിദാനന്ദപുരി സ്വാമിയോട് എന്തെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ ഉദിത് ചൈതന്യയോട് എന്തെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് അശേഷാനന്ദ സ്വാമിയോട് ചോദിച്ചാൽ അവർക്ക് സന്തോഷമാവും ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, സംശയമൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാവുന്നതാണ്. ഒരു അശേഷാനന്ദ സ്വാമിയുടെയും ഒരു ഉദിത് ചൈതന്യയുടെയും ഒരു ചിദാനന്ദപുരിയുടെയും ഒരു ഗോപാലകൃഷ്ണന്റെ ഉത്തരവാദിത്വമല്ല നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യലും നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയലും. നിങ്ങൾ ചെയ്യുന്നത് നല്ലതും നന്മയുമാണെന്ന് പറയണമെങ്കിൽ ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടിയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പം നിങ്ങളുടെ ഭാര്യയുടെ കാര്യം, മകന്റെ കാര്യം, മകളുടെ കാര്യം, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കാര്യമാണ് ചോദിക്കുന്നത്. ആ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ഒരു താല്പര്യവും ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾക്ക് വിഷമാവും. നാട് നന്നാക്കാനായിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ആൾക്ക് എൻ്റെ ഒരു പ്രോബ്ലത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല. നമ്മൾ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക. അയാൾ വേറൊരാളോട് എന്ന് ചോദിച്ചപ്പോൾ അയാൾ വേറൊരു ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പം ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശുദ്ധ മണ്ടത്തരാണ്, ഇയാൾ പറഞ്ഞതാ ശരി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞത് വേറൊരാളുടെ അടുത്ത് എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം. അയാൾ വേറൊന്ന് പറഞ്ഞാലോ? അതായത് നമ്മൾ ശരിക്കും സംശയാത്മാ വിനശ്യതി, എല്ലാത്തിനും സംശയമാണ് നമുക്ക്. അവർ നശിച്ചു തന്നെ പോകുന്നു. കൃഷ്ണൻ പറഞ്ഞത് കറക്റ്റാണ്. നമ്മളെല്ലാത്തിനും സംശയമാണ് നമുക്ക്. ആ സംശയമാണെങ്കിൽ എന്തോ ആ ബോംബ് വീണ് പൊട്ടാൻ പോണ മാതിരിയുള്ള സംശയമാണ്. അത് 1. 2 അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംശയം. 3 മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സംശയം. 4 ഞാൻ പഠിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവനാണെന്ന് തോന്നിക്കാനുള്ള സംശയം. അങ്ങനെ ധാരാളം സംശയമുണ്ട്. ചില മുസ്ലിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അവർക്ക് അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമില്ലേ? നമുക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പറയാൻ കുറേയൊക്കെ സ്വാതന്ത്ര്യമില്ലേ? ക്രിസ്ത്യാനികളെ കുറിച്ച് നമുക്ക് കുറേയൊക്കെ പറയാൻ സ്വാതന്ത്ര്യമില്ലേ? അതുപോലെ അവർക്ക് ഇങ്ങോട്ട് പറയാൻ സ്വാതന്ത്ര്യമില്ലേ? എന്താ പറഞ്ഞാൽ എന്താ കുഴപ്പം? മഹാവിഷ്ണുവിനെ കുറെ ചീത്ത പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്താ മഹാവിഷ്ണു എന്ന പ്രതിഭാസം ഇല്ലാണ്ടാവോ കുറെ പേര് ചീത്ത പറഞ്ഞാൽ? അതല്ലെങ്കിൽ വിമർശിച്ചു എന്ന് വിചാരിക്കാം. ഭാഗവതം ശുദ്ധ തല്ലിപ്പൊളിയാണ്. അയാൾ പറയാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. നിലനിൽക്കേണ്ടത് നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തത് കാലചക്രം അടിച്ച് തെറിപ്പിക്കുമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഞാൻ കുറേ പ്രാവശ്യമായി പറയുന്നു. അപ്പം ഇന്നലെ മിനിങ്ങാന്നൊക്കെ ധാരാളം സംശയങ്ങൾ ചോദിച്ചു ഓരോരുത്തരും. ചുമന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകരുതെന്ന് പറഞ്ഞു. എനിക്ക് ചുവന്ന ഡ്രസ്സേ ഉള്ളൂ, നിങ്ങൾ ചുവന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവുക. അപ്പം സാറ് ചുവന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞതോ? സാറ് പറഞ്ഞ് ചുവന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന ഡ്രസ്സ് മാത്രം 45 ചുവന്ന ഡ്രസ്സുള്ളവന് വേണമെങ്കിൽ പുതിയത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണ്ടെന്ന് വെച്ചാൽ പോരെ. ഇത്ര വലിയ ലാഭം ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും നോൺ വെജിറ്റേറിയൻ കഴിച്ചോട്ടെ, എല്ലാ ദിവസവും കഴിച്ചാലും എനിക്കെന്താ കുഴപ്പം?
ഞാൻ നോൺ വെജിറ്റേറിയൻ മാറ്റണം എന്ന് പറയുന്നത് ബയോകെമിസ്ട്രി അനുസരിച്ചും അല്ലാതെയാണ്. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിച്ചില്ലെങ്കിൽ കുംഭിബാധ നരകത്തിൽ പോകുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി അഥവാ പോവുകയാണെങ്കിൽ തന്നെ അനുഭവിച്ചോളുക. ഇവിടെ ഇറച്ചി കഴിച്ചിട്ട് നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ നരകത്തിലേക്ക് പോകുക. ഇവിടെ ഇറച്ചിയുടെ സുഖവും അവിടെ നരകത്തിന്റെ ദുഃഖവും അനുഭവിച്ചോളുക. ഞാനല്ലല്ലോ അതിനാള്. കോഴിമുട്ട കഴിക്കാമോ? വേണമെങ്കിൽ കഴിക്കാം, വേണമെങ്കിൽ കഴിക്കേണ്ട. പാല് കഴിക്കാമെങ്കിൽ കോഴിമുട്ട കഴിച്ചൂടെ? നിങ്ങൾ പാല് കഴിച്ചില്ലെങ്കിൽ കോഴിമുട്ട കഴിച്ചൂടെ? ഈ പാല് കഴിക്കാമെങ്കിൽ കോഴിമുട്ട കഴിച്ചൂടെ എന്ന് ചോദിക്കുന്നത് എന്തിനാ? പാല് കഴിക്കാത്തവന് കോഴിമുട്ട കഴിച്ചൂടെ? അങ്ങനെ ധാരാളം ഉണ്ട്. പണ്ടത്തെ ബ്രാഹ്മണരെ പശുവിനെ ഹോമിച്ചിട്ട് ഇറച്ചി കഴിച്ചിട്ടുണ്ട്. ശരി, പണ്ടത്തെ ബ്രാഹ്മണരെ പോലെ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇറച്ചി കഴിച്ചോളാം. അതിനെന്താ കുഴപ്പമെന്താ? ഇപ്പൊ കഴിക്കുന്നില്ലേ ഇറച്ചി? പണ്ടത്തെ ബ്രാഹ്മണർ കഴിച്ചത് കൊണ്ടേ ഇപ്പൊ കഴിക്കാവോ? പണ്ട് യാഗത്തിന് പശുക്കളെ ഉപയോഗിച്ചിരുന്നോ? ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് ശരിയാണോ? അത് അവരോട് എന്ന് ചോദിക്കുക. 5000 വർഷങ്ങൾക്ക് മുമ്പ് യാഗം നടത്തിയവരോട് എന്ന് ചോദിക്കുക, നിങ്ങൾ പശുവിനെ ഉപയോഗിച്ചത് ശരിയാണോ എന്ന്. സാറിന്റെ അഭിപ്രായം എന്താ? 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഞാൻ ആരാ? കേരളത്തിലെ മുഖ്യമന്ത്രിയാ? അല്ല പാർട്ടി സെക്രട്ടറിയാ? ഓരോരുത്തരെ കുറിച്ച് അഭിപ്രായം പറയാൻ അതാണോ എൻ്റെ പണി? ഇങ്ങനെ കൂടി തന്നെ ചോദിച്ചു നോക്കാം. ഞാൻ ദേഷ്യത്തിൽ പറയല്ല, ഇങ്ങനെ ഒന്ന് ചോദിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. സാർ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് റെക്കോർഡ് ചെയ്യാനിരിക്കരുത്. അതല്ലേ ഇതിന്റെ സിമ്പിളായിട്ടുള്ള കാര്യം. സാർ പിണറായി വിജയനെ കുറിച്ചും അച്യുതാനന്ദനെ കുറിച്ചും പറഞ്ഞത് ശരിയായോ? അവര് നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് അങ്ങോട്ട് പറഞ്ഞൂടെ? പറഞ്ഞിരിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നല്ലേ നോക്കേണ്ടത്. സാർ അമ്പലത്തിൽ പ്രഭാഷണം നടത്തുമ്പോൾ രാഷ്ട്രീയം പറയുന്നത് ശരിയാണോ? സമകാലീന പ്രസക്തമായ കാര്യങ്ങൾ പറയണമെങ്കിൽ പിന്നെ എവിടത്തെയാ പറയാ? പാകിസ്ഥാനിലെ പറയണോ? നമ്മുടെ രാമായണത്തിൽ നടക്കുന്ന ലക്ഷ്മണരേഖ ലംഘിച്ചാൽ ജയരാജൻ രാജിവെക്കേണ്ടി വരും. എന്തിനാ ജയരാജന്റെ പേര് പറഞ്ഞത്? പിന്നെ ജയരാജന്റെ പേരല്ലാണ്ട് പിന്നെ മുഷാറഫിന്റെ പേര് പറയാൻ പറ്റുമോ? ഈ നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഈ നാട്ടിലുള്ള എക്സാമ്പിൾ അല്ലേ പറയാൻ പറ്റുള്ളൂ. അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പറയാറുണ്ടല്ലോ. എന്താ രാഷ്ട്രീയം നമ്മുടെ ആത്മീയതയിൽ നിന്ന് ഭിന്നമാണോ? അങ്ങനെ ധാരണ എങ്ങനെയാണ് ഉണ്ടായത്? നമ്മളുടെ എല്ലാ പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും ഭരണകൂടത്തിന്റെ ചരിതവും കഥകളും അല്ലേ? കുരുവംശം രാജ്യം ഭരിച്ചു, പാണ്ഡവ രാജ്യം ഭരിച്ചു. ഭഗവത്ഗീത പോലെ തന്നെ അധർമ്മത്തിനെ ഇല്ലാതെയാക്കി രാഷ്ട്രഭാരം ഏറ്റെടുത്തതല്ലേ? അപ്പൊ രാഷ്ട്രഭാരവും പൊളിറ്റിക്സും ഭാരതത്തിലെ പൈതൃകവും തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്തിനാ ചിലരുടെ പേരെടുത്ത് പറയുന്നത്? വ്യംഗ്യാർത്ഥത്തിൽ പറയുന്നതാണോ നല്ലത്? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്നതാണോ നല്ലത്? ഒളിഞ്ഞും തെളിഞ്ഞും പതുങ്ങിയും പറയുന്നത്? ഇനി ഞാനൊരാള് പറയുകയുണ്ടായി, മാർക്സിനെ അവഹേളിക്കുന്നു. മാർക്സ് എൻ്റെ അമ്മാവനൊന്നുമല്ല. മാർക്സ് തെറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ട് പറയും. അയാളുടെ മൊത്തം പ്രതിമയും അയാളുടെ പുസ്തകങ്ങളും റഷ്യയിൽ കത്തിച്ചു. ഇപ്പൊ കുഴപ്പമില്ലേ? ഞാൻ പറയുന്നതാ നിങ്ങളുടെ അമ്മാവനാണോ മാർക്സ്? അല്ലല്ലോ. അപ്പൊ പിന്നെ ഇത്രയധികം വികാരം കൊള്ളുന്നത് എന്തിനാ? അയാൾ പറഞ്ഞതിൽ ഒരു വരി പോലും കേരളത്തില് പ്രാവർത്തികമാക്കാറില്ല. എന്നിട്ടാ മാർക്സിനെ ഇത്ര പൂജിച്ചുകൊണ്ട് കിടക്കുന്നേ? ചെഗുവേരെ പൂജിച്ചുകൊണ്ട് കിടക്കുന്നത്? ഇവിടെ ആരും ഇല്ലേ പൂജിക്കാൻ പാകത്തിന്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടി ഒന്ന് ചോദിച്ചുകൂടെ നമുക്ക്? ഏതായാലും ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത്, നമ്മളുടെ ഓരോ ചിന്തകളിലും കുറച്ച് യുക്തി കൂടി ചേർക്കാം. നമ്മളുടെ തലച്ചോറും ബുദ്ധിയും വിവേകവും മറ്റുള്ളവരുടെ മുമ്പിൽ സറണ്ടർ ചെയ്യാതിരിക്കാം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം. ശരിയെന്ന് തോന്നുന്നത് തെറ്റായിരുന്നു എന്ന് കുറേ കാലം കഴിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തിരുത്തുക. അല്ലാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വറി ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു എന്ന് കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു ചേട്ടൻ മരിച്ചു, ആ ചേട്ടന് പിതൃകർമ്മം നടത്തണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും നിങ്ങളോട് പറഞ്ഞത്. കാര്യങ്ങൾ വിവരിച്ച് തന്നെ ചിന്തിക്കാൻ ശ്രമിക്കുക. വികാരം കൊണ്ട് തുള്ളിച്ചാടാതെ നിങ്ങൾ സാമാന്യ രീതിയിൽ ചിന്തിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ADGP പറഞ്ഞിട്ടുണ്ട് രാവണന്റെ മകളാണ് സീത എന്ന്. ആയിരിക്കാം, എനിക്കറിഞ്ഞൂടാ. ഞാൻ രാവണന്റെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ആളല്ല. അത് ADGP പറഞ്ഞ ശരിയാണോ? അത് അവരോട് എന്ന് ചോദിക്കണം. ഞാനല്ലല്ലോ എഴുതിയത്. അങ്ങനെ ADGPയുടെ സ്റ്റാറ്റസ് ഉള്ള ആൾ തെറ്റായിട്ട് പറയുന്നത് ശരിയാണോ? അതും അവരോട് തന്നെ ചോദിക്കണം. അത് തെറ്റാണോ, ശരിയാണോ, നല്ലതാണോ, പ്രയോജനമുള്ളതാണോ? അത് അവർക്ക് എഴുതാൻ സ്വാതന്ത്ര്യമുണ്ട്. രാവണന്റെ അമ്മയാണ് സീത എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ യുക്തിവാദി എഴുതിയെന്ന് വിചാരിക്കുക. എനിക്കല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ അയാളുടെ അടുത്ത് എന്നിട്ട് വഴക്കിടണോ? ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആയിരക്കണക്കിന് കിടക്കുമ്പോൾ അതിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് വ്യക്തികളാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. പലപ്പോഴും നെർവസ് ആവാറുണ്ട്. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ നെർവസ് ആയ ദിവസമാണ്. NSS
മന്നം മെമ്മോറിയൽ ക്ലബ്ബ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ക്ലബ് റോഡിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. സ്വാഗതം പറഞ്ഞ ആള്, അധ്യക്ഷൻ, എന്നെ പരിപാടി വിവരിച്ച ആള്, എന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പ്രഭാഷണം തുടങ്ങിയത് എന്നെ ഇവർ വിവരിച്ച മനുഷ്യനല്ല. ഞാനൊരു ഓർഡിനറി തട്ടുകടയിൽ നിന്ന് ചായം കുടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഹോട്ടൽ സപ്ലയറായ മനുഷ്യനാണ്. ഇത്രയും ഉയർത്തി എന്നെ പറയല്ലേ, ഞാൻ അതിനൊന്നും അർഹതയുള്ളവനല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ 5 ഗ്രാം ചെയ്യുമ്പോൾ സമൂഹം 500 ഗ്രാം ഇങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള സമയവും ഊർജവും ഉള്ള രീതിയിലുള്ള കഴിവുകളും ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്നതിന് പകരം ആരോ എന്തോ പറഞ്ഞു, എന്തോ എഴുതി, എന്തോ രീതിയിൽ പ്രതികരിച്ചു, ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ പോകുന്നത് എന്തിനാണ്? നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ജീവിതത്തിൽ പകർത്തുക, ശരിയെന്ന് ഇപ്പം തോന്നുന്നത് പിന്നീട് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അത് അപ്പം തിരുത്തുക. ഇങ്ങനെയുള്ള കുറേ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളിലൂടെ അല്ലേ നമ്മൾ പോവേണ്ടത്. പിന്നെ തീരെ അറിയാത്ത കാര്യമാണെങ്കിൽ, ഇന്നലെ ഞാനിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിളിച്ചു. ഞാൻ ആ ഫോൺ താഴെ വിളിച്ചു. അപ്പോൾ അവരുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്തിരി വയസ്സായി, എനിക്ക് 8 മണിക്ക് കുളിക്കാൻ പറ്റണുള്ളൂ, അത് കുഴപ്പമുണ്ടോന്ന്. ഇവർ എത്ര മണിക്ക് കുളിക്കണമെന്ന് തീരുമാനിക്കുന്ന തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഗോപാലകൃഷ്ണനാണോ തീരുമാനിക്കുക? നിങ്ങൾ 8 മണിക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാം, 15 മണിക്ക് കുളിക്കണമെങ്കിൽ 15 മണിക്ക് കുളിക്കാം, അർദ്ധരാത്രിക്ക് കുളിക്കണമെങ്കിൽ അർദ്ധരാത്രിക്ക് കുളിക്കാം. നിങ്ങൾ കുളിക്കുന്നത് എപ്പോഴാണെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വല്ലത് എഴുതിയിട്ടുണ്ടോ? വേണമെങ്കിൽ കുളിക്കുക, ഇനി 5 ദിവസം കുളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ കുഴപ്പം? ആർക്കെന്താ കുഴപ്പം? ഞാൻ നിഷേധാത്മകമായിട്ട് പറയുകയല്ല. എന്തിന് ഇങ്ങനെ കുളിക്കുന്നതിനെ കുറിച്ചുള്ള സംശയം പോലും നമ്മൾ ഓരോരുത്തരുടെ മുമ്പിൽ അടിയറ വയ്ക്കുന്നു എന്ന് നിങ്ങളെ കൂടി ചിന്തിപ്പിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അല്ലാണ്ട് ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞതല്ല, നിഷേധാത്മകമായി പറഞ്ഞതല്ല, അവഹേളനാത്മകമായി പറഞ്ഞതല്ല. ഇങ്ങോട്ട് വരുന്ന ചോദ്യപ്രവാഹത്തിൽ എനിക്ക് ദേഷ്യവുമില്ല. പക്ഷെ ഇവരെ കൊണ്ടൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ, നിങ്ങൾ തന്നെത്താനെ ചിന്തിച്ച് തീരുമാനം എടുക്കണം എന്നുള്ളത്. അതിനിങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ശരിയാവണം എന്നുള്ളതിന് എന്താ തെളിവ്? ബൗദ്ധായന ധർമ്മശാസ്ത്രമുണ്ട്, ആപസ്തംഭ ധർമ്മശാസ്ത്രമുണ്ട്, കാത്യായന ധർമ്മശാസ്ത്രമുണ്ട്, മാനവ ധർമ്മശാസ്ത്രമുണ്ട്, കറസ്പോണ്ടിങ് ഗൃഹ്യശാസ്ത്രമുണ്ട്. ഓരോരുത്തരും പരസ്പരം ഓപ്പോസിറ്റായിട്ട് പറയുന്നുണ്ട്. ബൗദ്ധായന ഗൃഹ്യസൂത്ര പ്രകാരം ഏകാദശി ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും ശ്രാദ്ധം ചെയ്യാം, പിതൃകർമ്മം ചെയ്യാം ഏകാദശി ദിവസം. ആപസ്തംഭ ഗൃഹ്യസൂത്ര പ്രകാരം ഏകാദശിയുടെ അന്ന് പാടില്ല, പകരം അടുത്ത ദിവസം ചെയ്യണം. അപ്പൊ രണ്ടും ഓപ്പോസിറ്റാ. ഒന്ന് ഏകാദശിയുടെ അന്ന് ആകാം, മറ്റൊന്ന് ഏകാദശിയുടെ അന്ന് പാടില്ല. അങ്ങനെ വൈവിധ്യമാർന്ന ചിന്തയ്ക്ക് ഭാരതത്തിൽ സ്ഥാനമുണ്ട്. ഈവൻ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചിന്തകൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതുകൂടി മനസ്സിലാക്കാം. ഒരു വഴിയിലൂടെ പോയാലേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ വഴി മാത്രം ശരിയെന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ പുസ്തകം മാത്രം ശരിയെന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും വ്യാകരണം എഴുതിയ പാണിനി പറഞ്ഞിരിക്കുന്നത്, ഞാൻ വ്യാകരണം എഴുതിയതിന് ശേഷം 2300 വർഷങ്ങൾക്ക് മുമ്പാണ് പാണിനിയുടെ അഷ്ടാധ്യായി എഴുതിയത്. ആ പാണിനിയുടെ അഷ്ടാധ്യായും അതുപോലെ തന്നെ പതഞ്ജലിയുടെ മഹാഭാഷ്യവും വ്യാകരണം രണ്ടുപേരും പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത്, ഈ പുസ്തകം എഴുതിയതിന് ശേഷം ഇനി പുതിയ വ്യാകരണ നിയമങ്ങൾ വരികയാണെങ്കിൽ ആ നിയമങ്ങളാണ് എടുക്കേണ്ടത്, ഇതിലെ അല്ല എടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ പുതിയ നിയമങ്ങൾ വരണം, ഭാഷയ്ക്ക് വ്യാകരണ നിയമങ്ങൾ വരണം. അപ്പോൾ ആ പുതിയ നിയമമാണ് അന്ന് സ്വീകരിക്കേണ്ടത്. എന്ത് ഭംഗിയായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പുരാണമിത്യേവന്ന സാധു സർവം നജാപി കാവ്യം നവമിത്യമദ്യം. പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതൊന്നും ശരിയല്ല. ഇവിടെ പള്ളിക്കൽ സുനിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ പറഞ്ഞു, വെളുത്ത വാവിൻ്റെ ദിവസം പല്ല് തേക്കരുത്, നാക്ക് വളിക്കരുത്, മുഖം കഴുകരുത്, കുളിക്കരുത്. അങ്ങനെയാണ് ഭഗവാൻ വേദവ്യാസൻ ദേവി ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊരു മണ്ടത്തരായത്! പുരാണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ? കുളിക്കരുത്, പല്ല് തേക്കരുത്, നാക്ക് വടിക്കരുതെന്ന്. ടോയ്ലറ്റിൽ പോകരുത്, കിഴക്കോട്ട് നോക്കി മൂത്രമൊഴിക്കരുത്, തെക്കോട്ട് നോക്കി ഊണ് കഴിക്കരുത്. ഹോട്ടലിൽ ഇട്ടിരിക്കുന്ന ബെഞ്ചും ഡെസ്കും ഒക്കെ തെക്കോട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ കയറുമ്പോഴത്തേക്കും ബെഞ്ചും ഡെസ്കും ഒക്കെ കിഴക്കോട്ട് ഉണ്ടാക്കി തരുമോ? ഇന്ത്യൻ കോഫി ഹൗസിൽ പോകുമ്പോഴത്തേക്കും ടോയ്ലറ്റ് കിഴക്കോട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത് മാറ്റി തരുമോ? എന്തൊരു മണ്ടത്തിനാ ചില ആചാര്യന്മാർ പറയുന്നത്. ഇനി അത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് ഈശ്വരാനുഗ്രഹം കൊണ്ട് ആരും ചോദിച്ചിട്ടില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുന്ന വരികളാണ് കേട്ടോ, ആരെയും നിഷേധിക്കാനോ പുച്ഛിക്കാനോ അല്ല. ഒരു സമൂഹത്തെ ഒരു ആചാര്യനോ പണ്ഡിതനെന്ന് വിചാരിക്കുന്ന ആളോ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണനോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തന്നെത്താനെ ഒന്ന് ചിന്തിക്കാനുള്ള കഴിവും കൂടി നമുക്കില്ലേ?
വലിയ വിദ്യാഭ്യാസവും ഇല്ലാത്തവർ ഈ ചോദ്യമേ ചോദിച്ചുകൊണ്ട് വരില്ല. കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവരാണ് ഈ സംശയവും ചോദ്യവും ചോദിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളത് കൂടിയാണ് ദുഃഖകരമായ വസ്തുത. അതുകൊണ്ടാണ് അവരോട് തന്നെ ചിന്തിക്കാനും പറയുന്നത്. ഇന്നലെ വേറൊരാൾ പറയുകയുണ്ടായി, പുഴുക്കലരി തിന്നു കഴിഞ്ഞാൽ ശവം തിന്നുന്ന മാതിരിയാണ്. എന്തൊരു മണ്ടത്തര! അപ്പൊ ഈ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ദോശ തിന്നുന്നതും, ഉച്ചയ്ക്ക് പുഴുക്കലരി ഉപയോഗിച്ച് ഊണ് കഴിക്കുന്നതും, വൈകുന്നേരം നമ്മുടെ അത്താഴത്തിന് പുഴുക്കലരി ഉപയോഗിച്ചാലൊക്കെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ശവ തിന്നുന്നത് ഓരോരുത്തരുടെ തല പോക്കാണ് ഇത് പലപ്പോഴും. എന്നിട്ട് ഹമ്പിളായിട്ട് പറയുകയാണ്, അത് ശരിയാണോ എന്ന് സാറ് പറയണമെന്ന്. ജീവനുള്ളത് പ്രതികരിച്ചില്ലെങ്കിൽ ജീവനോടെ വേവിച്ച് തിന്നാന്ന് നമ്മുടെ എല്ലാ പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത്രയും ഹൊറിബിളായിട്ടുള്ള മണ്ടത്തരം. അതായത് ജീവനുള്ളത് പ്രതികരിച്ചില്ലെങ്കിൽ ജീവനോടെ അതിനെ പുഴുങ്ങി തിന്നാന്ന്. ജീവനുള്ളത് പ്രതികരിക്കാത്തത് എത്രയോ സാധനങ്ങളുണ്ട്. അതിനെ ജീവനോടെ പുഴുങ്ങി തിന്നാമോ? ചെറിയ ചെറിയ പുഴുക്കൾ പ്രതികരിച്ചില്ലെങ്കിൽ അതിനൊക്കെ പുഴുങ്ങി തിന്നാമോ? ഏതെല്ലാം രീതിയിലാണ് ചില ദുർവ്യാഖ്യാനങ്ങൾ പോകുന്നത്. അതൊക്കെ അറിവുള്ളവനെന്ന് നടിപ്പിക്കാനുള്ള വേറൊരു പണിയും കൂടി. ഏതായാലും ഇതെല്ലാം ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.